നമസ്കാരം. അവസാനം ഇറാന്റെ യുദ്ധക്കപ്പലിന് വരെ ഇന്ത്യ അഭയം നൽകേണ്ടി വന്നിരിക്കുന്നു. ഇന്ത്യ കൊച്ചിയിൽ അഭയം നൽകിയത് ഇറാന്റെ യുദ്ധക്കപ്പലായ ലവനാണ്. ഇതിൽ 183 ഇറാനിയൻ ജീവനക്കാർക്ക് നാവികസേന ആസ്ഥാനത്ത് അഭയവും ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഭക്ഷണവും നൽകി. ഇന്ത്യയുടെ നടപടി ഒരു അസാധാരണമായ ബാലൻസിംഗ് ആക്ട് ആണെന്ന് വിദഗ്ധർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. 2022 നുപൂർ ശർമ്മ വിഷയത്തിൽ ഇറാൻകാർ കാണിച്ച രീതികളൊന്നും തന്നെ നമ്മൾ മറന്നിട്ടില്ല. അതിനു മുമ്പും ശേഷവും ഇന്ത്യയെ തകർക്കാനും കാശ്മീർ പാകിസ്ഥാനെ ഏൽപ്പിക്കാനും വെമ്പൽ കൊണ്ടവരാണ് എന്ന കാര്യവും നമ്മൾ മറന്നിട്ടില്ല. പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അഭയം ചോദിച്ചു വരുന്നവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, അതായത് ഒരു സനാതന ധർമ്മം എന്ന നിലയിലാണ് ഭാരതം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അഭയം തേടി വരുന്നവരെ ഒന്നും ഭാരതീയർ കൈവിട്ടിട്ടുമില്ല ഇന്ന് വരെ. ചൈനക്കാർ ടിബറ്റിനെ ആക്രമിച്ചപ്പോൾ ദലൈലാമ അഭയം തേടിയെത്തിയത് ഇന്ത്യയിലാണ്. ബംഗ്ലാദേശിൽ പുസ്തകം എഴുതിയാൽ തല വെട്ടുമെന്ന് പേടിച്ച് എഴുത്തുകാരിയായ തസ്ലിമ നസ്രീൻ അഭയം തേടി വന്നത് ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായ ഇന്ത്യയിലാണ്. മ്യാൻമാറിൽ മതപരമായ പ്രശ്നമുണ്ടായപ്പോൾ ബുദ്ധിസ്റ്റുകൾ ഓടിച്ചുവിട്ട രോഹിംഗ്യൻ മുസ്ലിമുകളും അഭയം തേടി വന്നത് ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്താണ്. അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചടക്കിയപ്പോൾ അവിടെയുള്ള അഫ്ഗാൻ നേതാക്കൾ അഭയം തേടി വന്നതും ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്താണ്. ബംഗ്ലാദേശിൽ നടന്ന വൻ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച പ്രധാനമന്ത്രി ഷേഖ് ഹസീന അഭയം തേടി വന്നതും ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്താണ്. ഇപ്പോഴത്തെ US ഇറാൻ സംഘർഷത്തിനിടയിൽ ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS-11 കൊച്ചിയിൽ അഭയം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന. ഹിന്ദു ഭൂരിപക്ഷമായ ഭാരതത്തിലാണ് ഇറാന്റെ യുദ്ധക്കപ്പലിന് ഇന്ത്യ അഭയവും സംരക്ഷണവും നൽകിയത്. 183 ഇറാനിയൻ നാവികരെ നാവികത്താവളത്തിൽ സുരക്ഷിതമായി തന്നെ പാർപ്പിച്ചിരിക്കുകയാണ്. ലാവനെ അടുപ്പിക്കാൻ ഇറാൻ ഇന്ത്യയെ സമീപിച്ചിരുന്നുവെന്നും അത് ഇന്ത്യ പരിഗണിക്കുകയായിരുന്നുവെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ തന്നെ പറയുന്നത്. വിശാഖപട്ടണത്ത് നടന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ഇറാനിയൻ കപ്പലായ IRIS ധേനയെ മാർച്ച് 4-ന് അമേരിക്കൻ സൈന്യം അന്തർവാഹിനി ഉപയോഗിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുക്കിയിരുന്നു. പരിശീലനത്തിനായി ഇന്ത്യൻ ജലാശയത്തിലായിരുന്ന ഇറാനിയൻ കപ്പൽ അറ്റകുറ്റപ്പണി ആവശ്യമാണെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചതോടുകൂടിയാണ് ഇന്ത്യ 11 എന്ന പേരുള്ള കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകാൻ തീരുമാനിച്ചത്. ഇറാൻ യുദ്ധക്കപ്പലിനും അതിലെ 183 ജീവനക്കാർക്കും അഭയം നൽകുക വഴി ഇന്ത്യയുടെ സമുദ്ര ഉത്തരവാദിത്തങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് ഇന്ത്യ. അതുവഴി അമേരിക്കയുമായുള്ള ബന്ധം സന്തുലിതമാകുന്ന ഒരു വെല്ലുവിളി നിറഞ്ഞ ഉത്തരവാദിത്വമാണ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്. അസാധാരണ നയതന്ത്രം എന്നാണ് പല വിദഗ്ധരും ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ ധേന എന്ന കപ്പൽ അമേരിക്ക ആക്രമിച്ചത് ശ്രീലങ്കയിൽ വെച്ചാണ്. ഇന്ത്യയുടെ സമുദ്രാതിർത്തി വിട്ടതിന് ശേഷമായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. എന്നിട്ടും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും അനാവശ്യമായി സർക്കാരിനെ വിമർശിച്ചു. US-നോട് നിശബ്ദത പുലർത്തുന്ന അല്ലെങ്കിൽ അടിമത്തം കാട്ടുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. പക്ഷെ ഇപ്പോൾ അഭയം ചോദിച്ചു വന്ന മറ്റൊരു ഇറാൻ കപ്പലിനും അതിലെ 183 ഇറാൻ ജീവനക്കാർക്കും കൊച്ചിയിൽ അഭയവും സുരക്ഷയും നൽകുക വഴി ഇന്ത്യ ഇറാനെയും അമേരിക്കയും സമതുല്യമായി സമീപിക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ കപ്പലിന്റെയും അതിലെ ഇറാൻകാരായ ജീവനക്കാരുടെയും സുരക്ഷ ഇന്ത്യക്ക് വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. ഇനി നാളെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകാം, വേണമെങ്കിൽ ചിലപ്പോൾ ഒരു യുദ്ധമുണ്ടാകാം. കാരണം ട്രംപ് ഒരു യുദ്ധക്കുതിയനാണ്. ട്രംപ് വിചാരിച്ചത് ഇറാന്റെ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിൽ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ അതിന് സംരക്ഷണം കൊടുക്കില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. കാരണം ട്രംപ് മോദിയെ മൈ ഫ്രണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ ഒരു കാഴ്ചയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ദീർഘവീക്ഷണത്തിലാണ് ട്രംപ് നിന്നത്. പക്ഷേ ഇന്ത്യയുടെ മണ്ണിൽ, ഇന്ത്യയുടെ അതിർത്തിയിൽ ആരൊരു സഹായം ചോദിച്ചു വന്നാലും ഇന്ത്യ അത് കൊടുക്കും. പക്ഷേ പാകിസ്ഥാൻ ഒഴികെ, അതായത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും രാജ്യമാണെങ്കിൽ ആ രാജ്യത്തുള്ളവർക്ക് ഇന്ത്യ ഒരു അഭയവും കൊടുക്കില്ല. പക്ഷെ ഇറാനെ വന്നപ്പോൾ അവർ അഭയം ചോദിച്ചു വന്നത് കൊണ്ട് ഇറാന്റെ യുദ്ധക്കപ്പലുകൾക്ക് പൂർണ്ണമായ സുരക്ഷാ സന്നാഹമാണ് ഇന്ത്യ ഒരുക്കി കൊടുത്തത്.